ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി തനേഷ് തമ്പി ചേരുകയാണ്. അവിടെയും ഈ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് ആളുകൾ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ അന്വേഷിച്ച് മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. കാരണം ശരീരഭാഗങ്ങൾ കിട്ടിയതൊക്കെ തങ്ങളുടെ ആരുടെയും ആകരുത് എന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്ന ആളുകളും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട്. തനേഷ്, അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉള്ളത്. ബന്ധുക്കളെ അന്വേഷിച്ച് മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്ന, കാണാതായ ബന്ധുക്കളെ അന്വേഷിച്ച് മോർച്ചറിക്ക് മുന്നിലേക്ക് എത്തുന്ന, എന്നാൽ അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന നിരവധി മനുഷ്യരെ അവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് കാഷ്വാലിറ്റിക്ക് മുന്നിലാണ്. ഇവിടെ ചികിത്സയിൽ കഴിയുന്ന 11 പേരാണ് എന്നുള്ളത് അല്പം മുൻപ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം 14 പേരാണ് പരിക്കുകളോടെ ഇവിടെ എത്തിച്ചേർന്നത്. അതിൽ 3 പേർ ഇതിനോടകം തന്നെ ഡിസ്ചാർജ് ചെയ്തു. അതിൽ ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ വീണ്ടും ചികിത്സ തേടിയിട്ടുണ്ട്. 11 പേർ ഇവിടെ കിടക്കുന്നതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഇതിൽ 2 പേർ വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പോൾ കഴിയുന്നത് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 75% മുകളിൽ പൊള്ളലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഡോക്ടേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കോട്ടയം, പാലക്കാട് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരായിരിക്കും ഇനി തുടർ ചികിത്സകൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പൊള്ളലുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ ചികിത്സയ്ക്ക് നൽകാൻ കഴിയുന്ന ഡോക്ടേഴ്സാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന 6 പേരുടെ നില തൃപ്തികരമാണ് എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം നാടിനെ നടുക്കിയ അത്രത്തോളം ഉള്ളുലച്ച ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇതിൽ പെട്ടുപോയത്. പക്ഷേ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം 13 പേർ മരിച്ചു എന്ന് പറയുമ്പോൾ പോലും അതിൽ 5 പേരെ മാത്രമാണ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. 3 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. എന്തായാലും 2 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ കഴിയാത്തത് ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് കൂടിയാണ്. DNA പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തിച്ചേരും. അവരായിരിക്കും ഈ DNA പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പിളുകളൊക്കെ ശേഖരിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ പൂർത്തിയാക്കുക. അതിനുശേഷമായിരിക്കും ആ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യം, ഇന്നലെ രാവിലെ മുതൽ ഈ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന തൃശ്ശൂർ പൂരത്തിൻ്റെ മുഴുവൻ ആവേശവും ഉൾക്കൊണ്ട് തിരുവമ്പാടിക്ക് വേണ്ടി അവർക്ക് ഈ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്ന 40ഓളം പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ കുറച്ചധികം പേർ രക്ഷപ്പെട്ടു എങ്കിൽ പോലും 13 പേരുടെ മരണം ഇതിനോടകം തന്നെ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 11 പേർ ഇപ്പോഴും ആശുപത്രിയിൽ കഴിയുന്നു. അത്തരത്തിൽ വലിയ ദാരുണമായ ഒരു സംഭവം സമീപകാല ചരിത്രത്തിലൊന്നും കേരളത്തിൽ ഉണ്ടാക്കാത്ത രീതിയിലുള്ളൊരു വെടിക്കെട്ട് അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള കരുതലോടുകൂടിയുള്ള ഒരു സമീപനമാണ് സർക്കാരാണെങ്കിലും ദേവസ്വം ബോർഡുകളാണെങ്കിലും മറ്റേത് സംവിധാനങ്ങളാണെങ്കിലും ആരോഗ്യ വകുപ്പൊക്കെ നേരിട്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഏകോപിപ്പിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങളും. അത്ര കരുതലോടുകൂടി തന്നെയാണ് ഈ ഓരോ പ്രവർത്തനങ്ങളെ നേരിടുന്നത്. എങ്കിലും അവരുടെ സങ്കടം അതുകൊണ്ട് മായുന്നില്ല. കാരണം തിരുവമ്പാടിക്ക് വേണ്ടി എന്തൊക്കെ സസ്പെൻസാണ് ഒരുക്കി വച്ചിരിക്കുന്നത് ഈ ഒരു വെടിക്കെട്ടിൽ എന്ന് അറിയാൻ വേണ്ടി മാധ്യമങ്ങൾ ഒക്കെ ഇന്നലെ രാവിലെ മുതൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നിരുന്നതാണ്. അവരുമായി ഈ ആളുകളൊക്കെ സംസാരിച്ചിരുന്നതാണ്. അവർക്ക് വലിയ ആവേശത്തിലാണ് സംസാരിച്ചിരുന്നത്. അവർ പാട്ടുപാടി അവർ ഈ മാധ്യമപ്രവർത്തകർക്കൊപ്പം കൂടി വളരെ സന്തോഷത്തോടു കൂടി നിന്നിരുന്ന ആളുകളാണ്. പൊടുന്നനെ ഒരു 3:20 ഒരു ദുരന്തത്തിൽ പെട്ടെന്ന് ചിന്നിച്ചിതറിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതിൽ തന്നെ കുറച്ചു പേർ ആ സമയത്ത് ഓടി രക്ഷപ്പെട്ടു. കാരണം ഒരു സ്ഥലത്ത് വെടിക്കെട്ട് അല്ലെങ്കിൽ ഈ തീ പടരുമ്പോൾ മറു സൈഡിലുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവരിൽ ആരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലെത്താൻ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കണക്കുകളുടെ കാര്യത്തിൽ അവ്യക്തത നിൽക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 40 പേർക്കുള്ള പൊതിച്ചോറാണ് ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിരുന്നത്. ആ 5 ഷെഡുകളിലായി നടന്നിരുന്ന ഈ വെടിക്കെട്ട് പുരയിൽ എത്തിയിരുന്നത്. അതിൽ 38 എണ്ണം ഉപയോഗിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ 38 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 27 പേരുടെ കണക്കുകളാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ പ്രതികരണങ്ങൾ അല്പം മുൻപ് SKN തന്നെ വേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചിരുന്നു. അത്തരത്തിലുള്ള കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും അവർക്ക് പറയാനുള്ളതും ഒക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടതുണ്ട്. എന്തായാലും ആശുപത്രിയിൽ ഇപ്പോൾ പരിക്കേറ്റവരുടെ ചില ബന്ധുക്കളുണ്ട്. എന്തായാലും വിദഗ്ധ ചികിത്സ അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഹൃദയഭേദകമായ രംഗങ്ങളുള്ളത് മോർച്ചറിക്ക് മുന്നിലാണ് SKN. കാരണം അവിടെ ആണ് ആളുകൾ തങ്ങളുടെ ഉറ്റവർ അവിടെ ഉണ്ടോ എന്നറിയാതെ അല്ലെങ്കിൽ അത് അറിയാൻ എത്തുന്നത്. മാത്രമല്ല അവർ ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെ എത്തുന്നത്. പക്ഷേ തിരിച്ചറിയാൻ കഴിയാത്ത വിധം
ചിന്നിച്ചിതറിപ്പോയ കത്തിക്കരിഞ്ഞുപോയ മൃതദേഹ ഭാഗങ്ങളാണ് ഇനി ബാക്കി നിൽക്കുന്നത്. അത് തിരിച്ചറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ബന്ധുക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉറ്റവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ നിസ്സഹായരായി നിസ്സംഗരായി ആ മോർച്ചറിക്ക് മുന്നിലൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. കണ്ണീരോടെ അല്ലാതെ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയില്ല. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും മെഡിക്കൽ സപ്പോർട്ടും കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടയം, പാലക്കാട് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കൂടുതൽ പേർക്ക്, അതായത് ഗുരുതരമായ പരിക്കില്ലാത്ത ആളുകൾക്ക് ചികിത്സ നൽകി അവരെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഡോക്ടേഴ്സൊക്കെ പങ്കുവെക്കുന്നത്. അതേസമയം അല്പം ഗുരുതരമായ അവസ്ഥയിലുള്ള ആളുകൾക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. പ്രത്യേകിച്ച് വെന്റിലേറ്റർ കഴിയുന്ന ആളുകൾ രണ്ടുപേരുടെ സ്ഥിതി ആശങ്കാജനകമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി വളരെ നിർണായകമായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു തനീഷ് തമ്പി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ നിന്നാണ് തനീഷ് തമ്പി തത്സമയം ചേർന്നത്. പല പ്രേക്ഷകരും ഇതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ചില ആൾക്കാർ ചോദിക്കുന്നു, അജിത പി ഒക്കെ ചോദിക്കുന്നു, എന്തിനാണ് വെടിക്കെട്ട് ദൈവത്തിന് എന്നൊക്കെ ചോദിക്കുന്നു. ദൈവത്തിനൊന്നും താല്പര്യം കാണില്ലോ, മനുഷ്യനുണ്ടാക്കിയ ഡിസാസ്റ്ററാണ് എന്നൊക്കെ പറയുന്നു. ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, ഇതിൽ സർക്കാർ വന്ന ബാധ്യത മുഴുവൻ നടത്തിപ്പുകാരന് ഈടാക്കണം. നമ്മൾ എന്തായാലും ഈ കോമ്പൻസേഷൻ ഈടാക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ടായ ദുരന്തത്തിൽ പെട്ടുപോയ ഇരകൾക്ക് അവർക്ക് സംരക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഇരകളുടെ ബന്ധുക്കൾക്ക് സംരക്ഷണം കൊടുക്കുക, അതുപോലെ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുക. ഇതൊക്കെയാണ് ഗവൺമെൻറ് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. തൃശ്ശൂർ പൂരം നടത്തണോ നടത്തണ്ടോ എന്ന് പോലും പിന്നീട് ആലോചിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമുക്കൊപ്പം ലിഡിയ ജാക്കബ് ചേരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ നിന്നാണ് ലിഡിയയും ചേരുന്നത്. ലിഡിയ, അവിടെ ഇപ്പം ദൂരെ നിന്നൊക്കെ ഈ മരിച്ചവരിലെ അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ദൂരെ നിന്ന് വരുന്നിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ, അതോ ഈ ജില്ലയിൽ തന്നെ, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ആൾക്കാരാണോ കൂടുതലും? എസ് കെ എൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിലാണ്. ഇവിടെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കുറച്ചുപേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് ഏകദേശം 3 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. 5 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് ഇന്നലെ പൂർത്തിയാക്കിയത്. അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ തിരിച്ചറിയലും കാര്യങ്ങളുമൊക്കെ നടക്കുകയാണ്. പ്രത്യേകിച്ച് 2 ബോഡികൾ, അതായത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ 2 മൃതദേഹങ്ങളിൽ ചെറിയ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതിനാലാണ് ഈ ഒരു അത് വിട്ടു നൽകാതെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹത്തിൽ മറ്റൊരു ആൾ കൂടി ഇത്തരത്തിൽ ചെറിയൊരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. വിഷ്ണു എന്നൊരാളുടെ മൃതദേഹമാണോ എന്നതിൽ ചെറിയൊരു സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് അത് DNA ടെസ്റ്റിനടക്കം വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ 2 മൃതദേഹങ്ങൾ അത് DNA സാമ്പിളിന് ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത 2 മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്നുള്ളതാണ്. എന്തായാലും തിരിച്ചറിയാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപാണ് അത് പുനരാരംഭിച്ചത്. പ്രത്യേകിച്ച് മറ്റ് ഇടങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തങ്ങളുടെ ഉറ്റവരെ തേടി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി അത് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് പലരും. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുൻപ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി അതിനുള്ള നടപടികൾ നടക്കുകയാണ്. ചേട്ടാ, തിരിച്ചറിയലിനായി വന്നതാണ്? അതെ, ഉള്ളത്. അത് എടപ്പാളിൽ 2 പേരുണ്ട്. ഒന്ന് വിജയൻ എന്ന് പറഞ്ഞ ആള്, മറ്റൊന്ന് മണി എന്ന് പറഞ്ഞ ആള്. ഈ 2 പേരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ബന്ധുക്കളായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവർ കൂട്ടത്തിൽ വന്നതാണ്. ചേട്ടൻ അവരുടെ ബന്ധുവാണോ അതോ? അല്ല, ഞങ്ങൾ ജനപ്രതിനിധിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലാണ് 2 പേരെ കാണാതെ ഇരിക്കുന്നത്. ഉള്ളിൽ കയറി നോക്കിയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ DNA ടെസ്റ്റ് നടത്തണം. അതിന് വേണ്ടിയിട്ട് ആൾ പോയിട്ടുണ്ട്. ബന്ധുക്കൾ നിലവിൽ ഇവിടെ ഉണ്ടോ? ബന്ധുക്കൾ ടെസ്റ്റിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അത് തന്നെയാണ്, അതായത് DNA ടെസ്റ്റിനുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കുന്നതടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സംഘം ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതിനുശേഷം DNA സാമ്പിളുകൾ അടക്കം പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.